കൈയുടെ ഈ പത്തിയുടെ ഈ ഭാഗം വയ്ക്കുന്ന രീതിയിൽ വെച്ചിട്ട് ഈ ലോക്ക് ചെയ്ത് എൽബോ സ്ട്രെയിറ്റ് ആയിരിക്കണം. എന്നിട്ട് ആഞ്ഞമർത്തുക. 1 2 3 4 5 6. നമസ്കാരം, ഞാൻ ഡോക്ടർ ബിനു ബ്രൈറ്റ്, ഹെഡ് ഓഫ് എമർജൻസി മെഡിസിൻ, SVT ഹോസ്പിറ്റൽ പട്ടം, ട്രിവാൻഡ്രം. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് പെട്ടെന്നൊരു വ്യക്തി കുഴഞ്ഞു വീഴുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലൊരു അബോധാവസ്ഥയിലൊരു വ്യക്തിയെ കാണുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നതിനെ പറ്റിയാണ്. അപ്പോൾ അത് പ്രാക്ടിക്കലായിട്ട് നമ്മളൊരു മാനിക്കിനിൽ ചെയ്ത് കാണിക്കുകയാണ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്ന ഒരു അഡൾട്ട് CPR, അത് പ്രത്യേകിച്ച് മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തൊരു വ്യക്തിക്ക് ചെയ്യാവുന്ന ഹാൻഡ്സ് ഓൺലി CPR എന്ന ടെക്നിക്കിനെ പറ്റിയാണ്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഏതൊരു വ്യക്തിക്കും ചെയ്യാവുന്ന ഹാൻഡ്സ് ഓൺലി CPR എന്ന ടെക്നിക്കാണ്. ഇതിൽ പ്രത്യേകിച്ച് മെഡിക്കൽ ട്രെയിനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. സോ പെട്ടെന്നൊരു വ്യക്തി നമ്മുടെ മുന്നിൽ കുഴഞ്ഞു വീഴുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ആ വ്യക്തിയുടെ അടുത്ത് സമീപിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചുറ്റുപാടും ഒന്ന് പരിശോധിക്കുക. അതായത് നമുക്ക് അത് സേഫ് ആണെന്ന് ആദ്യം ഉറപ്പ് വരുത്തുക. അപ്പോൾ എപ്പോഴും ഒരു വ്യക്തി കാർഡിയാക് അറസ്റ്റിൽ പോകുന്ന സമയത്ത് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. മേ ബി ഷോക്ക് അടിച്ചതാവാം, അല്ലെങ്കിൽ മേ ബി പാമ്പ് കടിച്ചതാവാം, അല്ല പെട്ടെന്ന് കാർ അടിച്ചിട്ട് തെറിച്ച് വീണതായിരിക്കാം. അപ്പം ഈ വ്യക്തി കിടക്കുന്ന സ്ഥലം സേഫ് ആണോ നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ ആ വ്യക്തിയുടെ അടുത്തിട്ട് അപ്രോച്ച് ചെയ്യുക. ഇതാണ് സ്റ്റെപ്പ് നമ്പർ 1, അഥവാ സീൻ സേഫ്റ്റി. രണ്ടാമതായി സീൻ സേഫാണ് നമ്മൾ ഉറപ്പ് വരുത്തി അടുത്തു പോകുന്നു. ഫസ്റ്റ് ചെയ്യേണ്ടുന്ന കാര്യം ആ വ്യക്തിക്ക് ബോധമുണ്ടെന്ന് പരിശോധിക്കുക. അതിനായിട്ട് ആ വ്യക്തിയുടെ സൈഡിൽ പോരുന്നതിന് ശേഷം ശക്തിയായിട്ട് തോളിൽ തട്ടുക. ആർ യു ഓക്കെ? ഉറക്കെ വിളിച്ച് നോക്കാം, തട്ടി നോക്കാം. ബട്ട് ആ വ്യക്തി റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഹെൽപ്പ് ആക്ടിവേറ്റ് ചെയ്യുക. ഇതിനായിട്ട് നമുക്ക് ചുറ്റുപാടും ഒരു വ്യക്തി ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് കൈ കൊട്ടി വിളിക്കുക, അല്ലെങ്കിൽ കൈ കാണിച്ചു നമുക്ക് ആളെ വിളിക്കാം, ഹെൽപ്പിന് വിളിക്കാം. ചുറ്റും ആരും ഇല്ലെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ കയ്യിലുള്ള ഫോൺ ഉപയോഗിച്ചിട്ട് ആംബുലൻസ് വിളിക്കാം. 112 അല്ലെങ്കിൽ 108 വിളിച്ച് ആംബുലൻസ് വിളിച്ചതിന് ശേഷം ബാക്കി നമ്മുടെ CPR കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമ്മളിപ്പം എന്താ പറയുക, റെസ്പോൺസ് എന്ന് ഉറപ്പ് വരുത്തി ഇനി നോക്കുന്നത് ശ്വാസമുണ്ടോ എന്ന് നോക്കുക. അതിനായിട്ട് നമ്മൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ മേ ബി പലപ്പോഴും നമുക്ക് ശ്വാസമുണ്ടെന്ന് ഉറപ്പ് വരുത്തി നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് അരിഞ്ഞ് ഇങ്ങനെ നോക്കുക. നെഞ്ചിൻ്റെ ഭാഗത്ത് അനക്കമുണ്ടോ എന്ന് നോക്കുക. മാക്സിമം ഒരു 10 സെക്കൻഡ് അങ്ങനെ നോക്കുക. നോക്കിയിട്ടും സംശയമുണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി CPR സ്റ്റാർട്ട് ചെയ്യുക. ബട്ട് ഉറപ്പായിട്ടും ആ വ്യക്തി ശ്വാസമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ആ വ്യക്തിയുടെ സൈഡിലിരിക്കുക, നിരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുക ആംബുലൻസ് വരുന്നത് വരെ. ഇനി CPR എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. നമ്മളിപ്പോൾ ആ വ്യക്തിയുടെ സൈഡിലാണ്. നമ്മുടെ കൈ രണ്ടും ഇൻ്റർലോക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ വ്യക്തിയുടെ നെഞ്ചിനടുക്കായിട്ട് കൈ വയ്ക്കുക. അപ്പോൾ അതിന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ മൂക്കിൽ നിന്നൊരു ലൈൻ നേരെ വരയ്ക്കുകയാണെങ്കിൽ അത് ഇവിടുന്ന് നിപ്പിളിൽ നിന്ന് വരുന്ന ഈ ലൈൻ ഇൻ്റർസെക്ട് ചെയ്യുന്ന ഈ ഒരു ഭാഗത്ത്, അതായത് ഓൾമോസ്റ്റ് നടുക്കുന്നുള്ള ഭാഗത്ത് നമ്മുടെ കൈയുടെ ഈ പത്തിയുടെ ഈ ഭാഗം വയ്ക്കുന്ന രീതിയിൽ വെച്ചിട്ട് ഈ ലോക്ക് ചെയ്ത് എൽബോ സ്ട്രെയിറ്റ് ആയിരിക്കണം. എന്നിട്ട് ആഞ്ഞമർത്തുക. ഇപ്പോൾ അമർത്തുന്ന ആഴം മിനിമം ഒരു 5 സെൻറ്റിമീറ്റർ നമ്മൾ താഴോട്ട് അമർന്ന രീതിയിലും മിനിമം 1 മിനിറ്റിൽ 100 മുതൽ 120 തവണയെങ്കിലും പ്രസ് ചെയ്യുന്ന രീതിയിലും അത്രയും സ്പീഡിൽ നമ്മൾ കംപ്രസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഒന്നും കൂടെ പറയാം. നമ്മുടെ സീൻ സേഫ് ആണെന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് ആ വ്യക്തിയുടെ അടുത്ത് പോവുക. റെസ്പോൺസ് ചെക്ക് ചെയ്യാനായിട്ട് ശക്തിയായിട്ട് തോളിൽ തട്ടുക, ഉറക്കെ വിളിച്ച് നോക്കുക. റെസ്പോൺസ് ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഹെൽപ്പ് ആക്ടിവേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന നോക്കാൻ വേണ്ടിയിട്ട് ചരിഞ്ഞ് നെഞ്ചിലോട്ട് നോക്കുക. 10 സെക്കൻഡോളം നോക്കിയതിന് ശേഷവും ആൾക്ക് ശ്വാസമില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ CPR സ്റ്റാർട്ട് ചെയ്യുക. അതിനായിട്ട് നമ്മുടെ കൈ ഇൻ്റർലോക്ക് ചെയ്യുക. കൈയുടെ പത്തി നെഞ്ചിനടുക്ക് വരുന്ന രീതിയിൽ നമ്മൾ കൈ പൊസിഷൻ ചെയ്തതിന് ശേഷം ആഞ്ഞ് പ്രസ് ചെയ്യുക. 1 2 3 4 5 6. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഉറപ്പുവരുത്തേണ്ട കാര്യം, ഒന്ന്, നമ്മുടെ എൽബോസ് സ്ട്രെയിറ്റ് ആയിരിക്കണം. കൈയുടെ ഈ പത്തിയുടെ ഭാഗം വേണം അടുക്ക് കോൺടാക്റ്റ് വരാൻ വേണ്ടിയിട്ടും. അതേപോലെ നമ്മുടെ മൊത്തം ബോഡി വെയിറ്റ് യൂസ് ചെയ്ത് വേണം CPR കൊടുക്കാനായിട്ട്. മിനിമം 5 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ നമ്മുടെ നെഞ്ചിൻ്റെയും ബാക്ക് വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസ് നോക്കണം. അല്ലെങ്കിൽ 3 എന്തെങ്കിലും താഴ്ന്ന രീതിയിൽ വേണം പ്രസ് ചെയ്യാനായിട്ട്. പ്രസ് ചെയ്താൽ മാത്രം പോരാ, പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓരോ തവണ കൈ എടുക്കുമ്പോഴും കൈ പതുക്കെ ലൂസാക്കുക, തിരിച്ച് നെഞ്ച് തുറന്നു വരാൻ വേണ്ടി. കാരണം എന്നാൽ മാത്രമേ നമ്മളെ ഹാർട്ടിൽ ബ്ലഡ് ഫില്ല് ചെയ്യത്തുള്ളൂ. ചെസ്റ്റ് റിക്കോയിൽ എന്ന് പറയും. സോ അങ്ങനെ 100 മുതൽ 120 തവണ വരെ പ്രസ് ചെയ്യുക. ഇങ്ങനെ ഓരോ 2 മിനിറ്റ് കഴിയുമ്പോഴും നമ്മൾ വീണ്ടും CPR സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഈ ആളെ റീഅസസ് ചെയ്യുക. നമ്മൾ നോക്കേണ്ടത് ഒന്നും കൂടി ഇയാൾ ശ്വാസം എടുക്കണം നോക്കുക. ശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഹെൽപ്പ് വരുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. എഗെയിൻ വീണ്ടും CPR കണ്ടിന്യൂ ചെയ്യുക. സപ്പോസ് നമുക്ക് പൾസ് നോക്കാൻ അറിയാം എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത്, അതായത് ഓരോ 2 മിനിറ്റ് കഴിയുമ്പോഴും നമുക്ക് കഴുത്തിന് സൈഡിലുള്ള മെയിൻ ആർട്ടറിയിൽ കൈവച്ച് നോക്കിയിട്ട് പൾസ് നോക്കാവുന്നതാണ്. പൾസും ബ്രീത്തിങ്ങും ഒരുമിച്ച് നോക്കാവുന്നതാണ്. അതറിയില്ല എന്നുണ്ടെങ്കിൽ ശ്വാസം മാത്രം ഉണ്ടോ എന്ന് നോക്കുക, ദെൻ CPR കണ്ടിന്യൂ ചെയ്യുക. സപ്പോസ് ആൾക്ക് പെട്ടെന്ന് ശ്വാസം വരുന്നതായിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ CPR സ്റ്റോപ്പ് ചെയ്യുക, ആ വ്യക്തിയുടെ സൈഡിലായിരിക്കുക അഡ്വാൻസ്ഡ് ഹെൽപ്പ് വരുന്നത് വരെ.
ഇതാണ് ബേസിക് ആയിട്ടും ഹാൻഡ്സ് ഓൺലി CPR.